നമ്മുടെ സ്കൂളുകളിൽ ഒരു ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനുള്ള ഒരു സിസ്റ്റം കുറവാണ്. മറ്റുള്ള നാടുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതിലെ തന്നെ കുട്ടികളുടെ ടാലൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് കൊടുത്ത് അതിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു സിസ്റ്റം അതില്ല. ആർട്സ്, സ്പോർട്സ്, ഒപ്പം തന്നെ കുട്ടികളുടെ അക്കാദമിക് ലെവലിലേക്ക് അവരെ ഉയർത്തുന്നതിന് വേണ്ടി ട്യൂഷൻ ക്ലാസ്, അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു എല്ലാം ഒറ്റ കുടക്കീഴിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ആർപ്പോ അക്കാദമി. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയാലോ, ഇതൊക്കെ ബേസിക്കലി നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. പല വിധത്തിലുള്ള ഇഷ്യൂസാണ് നമ്മൾ ഫേസ് ചെയ്യണം. അതിന് കുട്ടികൾ ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ അവരെ ഇത്തരം ആക്ടിവിറ്റീസിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ കുട്ടികളെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം. ഒരു ആക്ടിവിറ്റി സ്കൂൾ അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു കുറ്റകൃത്യത്തിനുള്ള സാധ്യതയെങ്കിലും കുറയുകയാണ്. അവർക്ക് ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ തിരിയപ്പെടുന്നത്. കളിക്കളങ്ങളിൽ നിന്ന് ചെറിയൊരു സ്ക്രീനിലേക്ക് കുട്ടികൾ ഒതുങ്ങിപ്പോയി. അതിലുള്ളതാണ് കാര്യങ്ങൾ എന്നുള്ളൊരിതായി. അപ്പം അത് ചില സാഹചര്യത്തിൽ പിള്ളേർ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു PT ടീച്ചർ എന്ന് പറയുന്നത് അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ്. കാരണം ഒരു ചൂരിലൊക്കെ പിടിച്ച് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ നടക്കുന്ന കാണാം. പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് PE ടീച്ചേഴ്സ്. അവിടുത്തെ ഒരു ഭീകരനും കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക, ഡിസിപ്ലിൻ പഠിപ്പിക്കുക. സ്കൂളിലെ ഡിസിപ്ലിൻ നോക്കേണ്ടതാണ് PE ടീച്ചറിൻ്റെ ഉത്തരവാദിത്വം. അതൊരിക്കലും ഒരു PE ടീച്ചറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, PE ടീച്ചറിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. PE ടീച്ചറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. പഠനത്തിന് full A+ വാങ്ങാൻ ആളുകൾ ഓടുന്നതിൻ്റെ ഇടയിൽ ആക്ടിവിറ്റിക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്പോർട്സിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ആർട്സിൽ ഇറങ്ങുന്നത് പഠനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുക. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ കളിക്കുമ്പോഴും മറ്റുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോഴും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ള കാര്യം അത് ആരും ഫോക്കസ് കൊടുക്കുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം നിബന്ധനയിലല്ല നമ്മളവിടെ കോച്ചസിന് എടുക്കുക. എല്ലാ വീട്ടിലും അസറ്റാണ് അവരുടെ കുട്ടികൾ. ആ കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ വിടുമ്പോൾ അവർക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റുക, അത് ആര് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന ആൾ അത്രയും ബെസ്റ്റ് ആയിരിക്കും. ഇവിടുന്ന് കുട്ടി നാളെ നിർത്തിപ്പോയാലും വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, വ്യക്തമായ ഒരു ക്ലാരിറ്റി കുട്ടി പഠിച്ച കാര്യങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഡാൻസിൻ്റെ ഋതത്തെയും സ്പോർട്സിൻ്റെ പവർഫുൾ എനർജിയെയും ഒരുമിച്ച് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ഗുരുവായൂരുള്ള ആർപ്പോ അക്കാഡമിയുടെ ഫൗണ്ടർ, ഡയറക്ടറൊക്കെയായ നമ്മുടെ സ്വന്തം വീണ മുരുകനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. എന്താണ് ഈ ആർപ്പോ അക്കാദമി? ആർപ്പോ എന്നുള്ള പേര് തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ആ പേര് ചൂസ് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു സ്പോർട്സ് ടീച്ചറാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ കൂടെ ആർട്സ് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്സും സ്പോർട്സും ഒറ്റ പേരിൽ നിൽക്കണം. അപ്പോൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ആർട്സ്പോ എന്നുള്ളൊരു ഒരു വേർഡിലേക്ക് എത്തി, ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നുള്ളൊരു. അപ്പോൾ ഞാൻ വെച്ചാൽ പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു പോസിറ്റിവിറ്റി കൂടി ഫീൽ ചെയ്യണം, ഒരു ജോഷ് ഫീൽ ചെയ്യണം എന്നുള്ളൊരിത്. അങ്ങനെയാണ് ആർപ്പോയിലേക്ക് എത്തിയത്. ആർപ്പോ എന്ന് പറയുമ്പോൾ എപ്പോഴും ആർപ്പോ എന്ന് പറയുമ്പോൾ അറിയാലോ. ആർപ്പോ അക്കാദമി രൂപീകരിക്കുന്ന ആ ഒരു സമയത്ത് ടീച്ചറുടെ മനസ്സിലുള്ള ആ ഒരു ലക്ഷ്യം എന്തായിരുന്നു? എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും, ഈവൻ എൻ്റെ പാരൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് കാണുന്ന എല്ലാവരും പഠനമാണ് ഏറ്റവും ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിലപ്പുറത്ത് ഇത്തരം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ആവശ്യമാണോ എന്നുള്ളത് സെക്കൻഡറിയാണ്. അപ്പോൾ പഠനത്തിന് full A+ വാങ്ങാൻ ആളുകൾ ഓടുന്നതിൻ്റെ ഇടയിൽ ആക്ടിവിറ്റിക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്പോർട്സിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ആർട്സിൽ ഇറങ്ങുന്നത് പഠനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ പറയണ പോലെ എനിക്ക് പഠനത്തോടൊപ്പം കുട്ടികളെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു. ഒരു PE ടീച്ചർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾ കളിക്കുകയും വേണം. ഒരിക്കലും എന്താ പറയുക, കളിക്കുന്നത് കൊണ്ട് പഠനത്തെ ബാധിക്കുന്നില്ല. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ കളിക്കുമ്പോഴും മറ്റുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോഴും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ള കാര്യം അത് ആരും ഫോക്കസ് കൊടുക്കുന്നില്ല. പഠിക്കുന്ന കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൂടെ കുട്ടി കളിക്കും കൂടി ചെയ്യാണ്, മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
പഠനത്തിൻ്റെ പുറത്തല്ല ഒരിക്കലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. പഠനത്തോടൊപ്പം പോകേണ്ട കാര്യങ്ങളാണ് എപ്പോഴും ഇത്തരം ആക്ടിവിറ്റീസ്. അത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠനത്തിനും കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ അക്കാദമിയിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ട്രയൽ ക്ലാസ്, ഒരു ഫ്രീ ട്രയൽ ക്ലാസ് നമ്മൾ കൊടുക്കും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള ഏത് ആക്ടിവിറ്റി, അവരിപ്പോൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരണം ഏത് ആക്ടിവിറ്റി വേണം എന്നുള്ളത്, അത് അവർക്ക് ആ ഒരു ട്രയൽ ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ട്രയൽ ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ടാലൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഒരു ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ സജസ്റ്റ് ചെയ്യും, കുട്ടിക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. അത് പാരൻസ് നമ്മളോട് തീരുമാനിക്കും കുട്ടിക്ക് ഏത് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കണമെന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്കൊരു ആർട്സ് ഓർ സ്പോർട്സ് എന്നുള്ള രീതി കുട്ടികൾക്ക് മെയിനായിട്ട് വേണ്ടത് കാര്യങ്ങളാണ്. ആ ഒരു 2 കാര്യങ്ങൾ അവർക്ക് അക്കാദമിയിലൂടെ കിട്ടുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസിൻ്റെ വലിയൊരു ആശങ്ക കുട്ടികൾ അക്കാദമിക്സിൽ ഡൗൺ ആവുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് ട്യൂഷൻ, അക്കാദമിക് ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്കാദമിയിൽ തന്നെ കുട്ടികൾ ആർട്സിലോ സ്പോർട്സിലോ മികവ് പുലർത്തിക്കൊണ്ട് തന്നെ അവർ അക്കാദമിക്സ് താഴെ പോവാതെ തിളങ്ങി വരും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കണ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളാണ്. അത് 3ഉം അവർക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ ഫോക്കസ് കൊടുക്കാൻ പറ്റും, അതിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും, അവർക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ ബേസിക്കലി നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം. പല വിധത്തിലുള്ള ഇഷ്യൂസാണ് നമ്മൾ ഫേസ് ചെയ്യണത്. അതിന് കുട്ടികൾ ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ അവരെ ഇത്തരം ആക്ടിവിറ്റീസിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ കുട്ടികളെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം. ഡാൻസും അതുപോലെ തന്നെ സ്പോർട്സും ഒരൊറ്റ കുടക്കീഴില്ല, അതാണ് നമ്മൾ ടീച്ചർക്ക് തന്ന ആ ഒരു ഇൻട്രോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചൊരൊറ്റ പ്ലാറ്റ്ഫോമായിട്ട് നമ്മളൊരു അക്കാഡമി തുടങ്ങുന്നു. അപ്പോൾ ആ അക്കാഡമിയിൽ ഇത്രയധികം ഒരുപാട് കുട്ടികൾ വരുന്നു, പഠിക്കുന്നു. ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന് പിന്നിലെ ഒരു കഥ, ഇങ്ങനെ ഒന്ന് തുടങ്ങിയേക്കാം എന്ന ആ ഒരു പിന്നിലെ സ്റ്റോറി എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് എൻ്റെ സ്റ്റോറി എന്ന് ഞാൻ പറയും. കാരണം ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നമ്മൾ കൊണ്ടു നടക്കണതല്ല നമുക്ക് ഇന്നതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ്, ഒരു കോൺസെപ്റ്റാണ് ഒരു അക്കാദമി ബേസിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു, അറിയാമല്ലോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീച്ചറാണ്. ആസ് എ പേഴ്സൺ അല്ല ഞാൻ പറയണേ, കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സായിരിക്കും എപ്പോഴും PE ടീച്ചർ, അതുപോലെ തന്നെ മ്യൂസിക്, ഡാൻസ്, അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ. അതായത് ഇത്രയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എടുക്കുന്ന ടീച്ചേഴ്സിനായിരിക്കും കുട്ടികൾ. എനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ PE പീരീഡ് വരുന്നു എന്നുള്ള പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ചിലപ്പോൾ ഒരു സയൻസ് പീരീഡോ മാത്സ് പീരീഡോ പിള്ളേർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിള്ളേരെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ രീതിയിൽ വരുന്ന കുട്ടികളെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളൊരു അക്കാദമി ആയിരിക്കും നമ്മൾ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ അക്കാദമി. അവിടെ പാരൻസ് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കുട്ടീനെ ചിലപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ കുട്ടീനെ ഒരു വലിയ താരമാക്കണമെന്നോ, ഒരു സ്പോർട്സ് താരമാക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ മെഡൽ വാങ്ങണമെന്ന് ചിലപ്പോൾ പാരൻസിന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുട്ടികൾ എപ്പോഴും അവിടെ വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരത് എൻജോയ് ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. അവർ അവർ പോലും അറിയാതെ അവർ കളിച്ച് പഠിച്ചാണ് പോവുക. പിന്നെ വരുന്ന അച്ചീവ്മെൻറ്റ്സ് സെക്കൻഡറിയാണ്. അപ്പോൾ അങ്ങനൊരു അക്കാദമി നമ്മൾ നടത്തുക എന്ന് പറയുമ്പോൾ കുട്ടികളാണ് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സാണ്. വലിയ എക്സാം വരും എന്നുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയാം. നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു ആശയം നമ്മളത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. ഈ ആർപ്പോ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ അക്കാദമിയിൽ നിന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ കലോത്സവത്തിനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുറമേ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ, ആ കൊച്ച് ആർപ്പോ അക്കാദമിയിലാണ് കേട്ടോ എന്ന് കേൾക്കാറുണ്ടോ? ആർപ്പോൻ്റെ പേര് ഞങ്ങൾ 1 year ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാക്സിമം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിയും നമ്മളുടെ ഒരു കോൺസെപ്റ്റ് തന്നെ മാക്സിമം അവസരങ്ങൾ കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക,
സ്കൂളിൽ ആഴ്ചയിൽ നോർമൽ സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ആക്ടിവിറ്റി പീരീഡ് നോർമലായിട്ട് അതിൽ കൂടുതൽ കൊടുക്കുന്ന സ്കൂളുണ്ടാവും, അതുപോലും ഇല്ലാത്ത സ്കൂളുകളുണ്ടാവും. എങ്കിലും കോമൺലി ഞാൻ കണ്ടു നമ്മൾ സ്കൂളിൽ റിലേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 1 hour ആക്ടിവിറ്റി പീരീഡ്. അതായത് കുട്ടികളുടെ ടാലൻറ്റ് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു പീരീഡായിട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് കോമൺലി കാണുന്നത്. അപ്പോൾ അത്തരം അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചപ്പോൾ നമ്മൾ അക്കാദമീസിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഡെയിലി സെഷൻസ് വേണമെങ്കിൽ ഡെയിലി സെഷൻസ് നമ്മൾ കൊടുക്കാം. ആഴ്ചയിൽ 2 days ട്വൈസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എത്ര തവണ അവർക്ക് ഒരു ലിമിറ്റ് ഇല്ലാതെ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ കോച്ചിങ് സൈഡാണ്. ഈ കോച്ചിങ് സൈഡ് പഠിച്ച് കുട്ടികൾ പഠിക്കുന്നു. ഈ പഠിക്കുന്ന കുട്ടികൾ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് എടുക്കാം. അവർക്ക് ചിലപ്പോൾ ഒരു ഫിസിക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. കൂടുതൽ വേറെ കോമ്പറ്റീഷൻ സ്പിരിറ്റിലേക്കോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്കോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവർ ആ രീതിയിൽ തന്നെ പോകട്ടെ. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വരാൻ താല്പര്യമുള്ള കുട്ടികൾ ആ രീതിയിൽ സ്പെഷ്യൽ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മളത് പഠിച്ചു. ഈ പഠിച്ച കുട്ടികൾക്ക് വേദികൾ കുറവാണ്, അല്ലെങ്കിൽ അവസരങ്ങൾ കുറവാണ്. ഇപ്പോൾ ഡാൻസ് മാത്രമല്ല, ഏതൊരു ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിലും കുട്ടി ഇത് പഠിച്ചു, കുട്ടിക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അവസരം കിട്ടണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ആർപ്പോ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റ്, നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു ആർപ്പോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. നമ്മളൊരു 8 ടീമിൻ്റെ ടൂർണമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 10-16 ടീമിൻ്റെ ടൂർണമെൻറ്റൊക്കെ നടത്തി. അത് ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം സ്പോർട്സിൽ നമ്മൾ ടൂർണമെൻറ്റ് സൈഡ് നമ്മുടെ തന്നെ കുട്ടികൾ കുറേ പങ്കെടുത്തു. നമ്മളറിയുന്ന സ്കൂളുകൾ കുട്ടികളെ പങ്കെടുത്തു. അത് ഫുട്ബോളിന് മാത്രമല്ല കേട്ടോ, അതൊരു എല്ലാ ആക്ടിവിറ്റിയുടെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ആർപ്പോ അക്കാദമിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡാൻസ് സ്പോർട്സ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ ആർട്സ്, സ്പോർട്സ്, ട്യൂഷൻ അതിനകത്ത് എല്ലാത്തിലും ഒരു ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ആർട്സിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ഡാൻസ് തന്നെ ക്ലാസിക്കൽ ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഉണ്ട്. ഈ വെസ്റ്റേൺ ഡാൻസിൽ എന്ന് പറയുമ്പോൾ കണ്ടംപററി, ഹിപ്പ് ഹോപ്പ്, സിനിമാറ്റിക്, ബോളിവുഡ്, അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സൂംബ, ഈ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്നസ് ഡാൻസ് സെഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ലാസിക്കലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ, ഈ അതൊക്കെ പോരാതെ ഇപ്പോൾ റീൽസ് എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ റീൽസിന് വേണ്ടി മാത്രമായിട്ട് വന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റാണ്. അതൊന്നും നമുക്കിപ്പോൾ കലയെ കൊല്ലരുതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇത് നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിച്ച് വരണം എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യണത്. ഒരു സന്തോഷത്തിന് വേണ്ടി സന്തോഷിക്കാൻ പറഞ്ഞ ആളോട് നിങ്ങൾ ആദ്യം ഭരതനാട്യം ഇറങ്ങിയേറി പിന്നെ മോഹിനിയാട്ടം ഇറങ്ങിയേറിയിട്ട് ഇന്നത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പറയില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അത് പക്ഷേ ടെക്നിക്കലായിട്ട് അവർ പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളത്. സ്പോർട്സിലാണെങ്കിലോ? സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ ലെവലിലും നമ്മൾ ക്ലാസ്സുകൾ, നമ്മൾ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അക്കാദമിക് ഓറിയൻറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ യോഗയിൽ തന്നെ പ്രാണായാമ, അതുപോലെ തന്നെ സ്പോർട്സ് യോഗ. ഇപ്പോൾ കൂടുതൽ കുട്ടികളൊക്കെ സ്പോർട്സ് യോഗയായിരിക്കും ചൂസ് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ. അതല്ലാന്നുണ്ടെങ്കിൽ മാർഷൽ ആർട്സ് ഉണ്ട്. മാർഷൽ ആർട്സിൽ ഇപ്പോൾ കറാട്ടെ, തൈക്കോണ്ടോ അങ്ങനെയുള്ള ലെവലിൽ, പിന്നെ നമ്മൾ സ്കേറ്റിങ് ഉള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ട് ECA സെഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അതല്ലാതെ മേജർ സ്പോർട്സ്, ഫുട്ബോൾ, ത്രോ ബോൾ, ബാസ്കറ്റ് ബോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്സ് സൈഡ് നമ്മൾ ഡ്രോയിങ്ങിൽ തന്നെ മ്യൂറൽ ആർട്ട്, അല്ലാതുള്ള എന്താ പറയുക പെൻസിൽ ഡ്രോയിങ്, കളറിങ് എല്ലാം ബേസ് മുതൽ. ഇപ്പോൾ കുട്ടികളാണ് വന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ എല്ലാ സ്റ്റൈലും പഠിപ്പിച്ച് ഓരോ ലെവലെത്തുമ്പോൾ ഓരോ സ്റ്റൈൽ പഠിപ്പിച്ചാണ് കയറ്റിക്കൊണ്ടുവരിക. ഇപ്പോൾ മുതിർന്നവരാണ്, ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ മുകളിലേക്ക് നമ്മൾ ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായക്കാർക്കും വന്ന് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മ്യൂസിക് എന്ന് പറയുമ്പോൾ വോക്കൽ ഉണ്ട്, അതുപോലെ വയലിൻ, കീബോർഡ്, ഗിത്താർ,
ആണ് നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ അത് സ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബാൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാവിധ ആക്ടിവിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ലെവൽ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം വെച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വ്യക്തമായ ഒരു ലെസൺ പ്ലാനിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. അത് ഈ പറഞ്ഞ പോലെ മാക്സിമം അവസരങ്ങൾ കൊടുക്കുക, സ്റ്റേജുകൾ പങ്കെടുപ്പിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് സെൽഫ് ബൂസ്റ്റിംഗ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, അത് കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമല്ല ഉള്ളത്, ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റി നേരിട്ട് വന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അത് പുറമേക്കുള്ള കുട്ടികൾക്കും ഇപ്പോൾ കേരളത്തിന് പുറത്തായാലും ഉള്ള കുട്ടികൾക്ക് നമ്മുടെ ഒരു സർവീസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെ ട്യൂഷൻ എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് അവർക്ക് വ്യക്തമായ ഒരു രീതിയിൽ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, ഒപ്പം തന്നെ കുട്ടികളുടെ അക്കാദമിക് ലെവലിലേക്ക് അവരെ ഉയർത്തുന്നതിന് വേണ്ടി ട്യൂഷൻ ക്ലാസ്, അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു എല്ലാം ഒറ്റ കുടക്കീഴിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യാർപ്പോ അക്കാദമി. കേരളത്തിലെ തന്നെ നമ്പർ 1 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ അക്കാദമിയിൽ നമ്മളൊരു ടീച്ചേഴ്സിനെ ചൂസ് ചെയ്യുന്നത്, അവരുടെ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതുപോലെ തന്നെ ഒരു കോച്ചിങ് ടീച്ചിങ് മെത്തേഡ്സ് അതെങ്ങനെയാണ് നമ്മുടെ യാർപ്പോയിൽ? നമ്മൾ കോച്ചസിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. ഈ പറഞ്ഞ പോലെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മാത്രം ഒരു നിബന്ധനയിലല്ല നമ്മളവിടെ കോച്ചസിന് എടുക്കുക. എപ്പോഴും നമ്മൾ അത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അവർക്ക് അതിനകത്തുള്ള അവരുടെ ഓരോ കോച്ചസിനും, ഇപ്പോൾ ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും ആർട്സ് എന്തായാലും സ്പോർട്സ് എന്തായാലും അതിനകത്തുള്ള ടാലൻറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലെ അസറ്റാണ് അവരുടെ കുട്ടികൾ. ആ കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ വിടുമ്പോൾ അവർക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റുക, അത് ആര് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന ആൾ അത്രയും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നമ്മളൊരു കോച്ചസിനെ നമ്മൾ സെലക്ട് ചെയ്യാറ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും അതിന് വിലയിരുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഓരോ ക്ലാസ്സിനും അതിന് മന്ത്ലി അനലൈസിങ് ഉണ്ടാവും. അതിപ്പോൾ ഏത് ആക്ടിവിറ്റി എടുത്താലും, ഇനിയിപ്പോൾ അക്കാദമിക്സ് എടുത്താലും നമ്മൾ അനലൈസ് ചെയ്ത് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പോവുള്ളൂ. ഇപ്പോൾ ഡാൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി അതിന് അവർക്ക് ഇൻട്രസ്റ്റഡ് ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, റീൽസ് അങ്ങനെയുള്ള വീഡിയോ അപ്ഡേഷൻസൊക്കെ കൊടുക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് നമ്മളതൊരു ഫണ്ണായിട്ടാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ അത് പാരൻസിന് കൊടുക്കുന്നൊരു അപ്ഡേഷൻ കൂടിയാണ്. നമ്മുടെ കുട്ടി എന്തുവരെ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് അവൻ്റെ പ്രസൻസ് നില എന്താണെന്നുള്ളത് നമ്മൾ മാർക്കിട്ട് കൊടുക്കുകയല്ല ചെയ്യുക, നമ്മളത് ഷോ ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ലെവൽ ടെസ്റ്റ് കൊടുക്കുന്നുണ്ടാകും. അത് ഓരോ ആക്ടിവിറ്റിക്ക് ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓരോന്നിനും ഇപ്പോൾ ഓരോ ലെവലെത്തുമ്പോൾ അതിനൊരു ലെവൽ ടെസ്റ്റുകൾ നമ്മൾ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതി ഓരോ ആക്ടിവിറ്റിയുടെ രീതിക്ക് അനുസരിച്ചുള്ള ഗ്രേഡുകളോ സ്കോറുകളോ അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അതും ഈ പറയണ പോലെ തന്നെ നമ്മളെന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്തും കൂടി കൊടുക്കുകയാണ്. നമ്മൾ ഇന്നത് കുട്ടി ഇത്രേതാണ് എന്നുള്ളത്. ഇവിടുന്ന് കുട്ടി നാളെ നിർത്തിപ്പോയാലും വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ വ്യക്തമായ ഒരു ക്ലാരിറ്റി കുട്ടി പഠിച്ച കാര്യങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ ടീച്ചർ അവിടെ അക്കാഡമിയിൽ ചെല്ലുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കുറേ പേരുണ്ടല്ലോ, ഇപ്പോൾ 100ഓളം പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ടീച്ചർ ഇടപഴകാറുണ്ടോ? ഇടപഴകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യമാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ നമ്മളെ ഒരു അക്കാദമിയിൽ വിട്ട് പഠിപ്പിച്ചിട്ടില്ല. നമ്മളൊരു ഇതുപോലൊരു അക്കാദമിയിൽ പോയി നമുക്കിഷ്ടമുള്ളൊരു ഇത് പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ പി ടീച്ചർ നല്ലതായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സാറിനെ പ്രത്യേകം ഓർക്കുകയാണ് കേട്ടോ. ടൈറ്റസ് ജോർജ് എന്നാണ് പേര്. അദ്ദേഹമാണ് നമ്മളെ മോൾഡ് ചെയ്ത് നമ്മളൊരു പി ടീച്ചറാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു
അതുപോലെ ടീച്ചേഴ്സ് അന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റി. അത് നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ബോൾ വാങ്ങാനായാലും അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ജേഴ്സിക്ക് വേണ്ടി നമ്മൾ അന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര സാഹചര്യങ്ങളല്ല. അന്നത്തെ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ ബുദ്ധിമുട്ടുകളും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ കുട്ടികൾ ഒരിക്കലും എനിക്ക് തോന്നണില്ല അത് എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലിയിലായാലും ബേസിക് കാര്യങ്ങൾ ഇപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലാത്ത കുട്ടികളുണ്ട് കേട്ടോ, അത് ഒരു വേറെ സൈഡ്. ഫീസ് തരാൻ പറ്റുന്നവരെ നമ്മൾ കറക്റ്റായിട്ട് വാങ്ങും. അല്ലാത്തവരുടെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട്. അത് നമ്മളെ സ്റ്റാഫും അതിന് നല്ല സഹകരണമാണ്. പല ടൈപ്പ് കുട്ടികളുണ്ടാവുമല്ലോ. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ചിലപ്പം PT എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അപ്പോൾ ആ ഒരു രംഗത്തൊക്കെ ഒരുപാട് ശോഭിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ ഏത് രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ അക്കാഡമി? എല്ലാ ടൈപ്പ് കുട്ടികളെയും ഒരു കാരണം പറഞ്ഞ് ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇഷ്യൂ പറഞ്ഞ് നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടാറോ അയ്യോ ഇവിടെ കുട്ടി ഇവിടെ ഏബിൾ അല്ല എന്ന് പറയാറില്ല. ഏത് ലെവലിലുള്ള കുട്ടികളെയും നമ്മൾ ഏജ് ലിമിറ്റ് മാത്രം നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾ, 3 വയസ്സിന് മുകളിലേക്കുള്ള, പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഏജ് ലിമിറ്റ് ഇല്ല, പ്രായപരിധി ഇല്ല. ഏത് പ്രായക്കാർക്കും വന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കാദമിയാണ്. അത് അവരുടെ കഴിവുകൾ നമ്മൾ കോച്ചസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് പറ്റും, അടുത്ത് നിൽക്കുന്ന കുട്ടീനെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൂ. നമ്മുടെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ എബിലിറ്റിയുടെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ രണ്ടുപേരുടെ എബിലിറ്റി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ വീണനെ പോലെ ചിലപ്പോൾ എനിക്ക് പല കാര്യങ്ങളും പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കേസിലും. ഒരു കുട്ടീനെ കണ്ട് മറ്റൊരു കുട്ടീനെ പ്രാപ്തരാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓരോ കുട്ടികൾക്കും അവരുടേതായ ഒരു കഴിവുണ്ടാവും, അത് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഒരു ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷനുള്ള ഒരു സിസ്റ്റം കുറവാണ്. മറ്റുള്ള നാടുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതിലെ തന്നെ കുട്ടികളുടെ ടാലൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് കൊടുത്ത് അതിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു സിസ്റ്റം അതില്ല. എല്ലാവരും പഠിക്കുക, എല്ലാവരും ഫുൾ A+ വാങ്ങുക, എല്ലാവരും പഠനത്തിൽ മിടുക്കരാവുക എന്നുള്ളൊരു സിസ്റ്റമാണ് പൊതുവെ. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ റിയാലിറ്റി ഷോസും മറ്റല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് സ്പോർട്സിലേക്കൊക്കെ കൂടുതൽ ആളുകൾ ടേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ഉപരി കുട്ടിയുടെ കഴിവ് കണ്ടെത്തി അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, അത് അവരുടെ സമയത്തുമ്പോൾ അവരത് എന്താ പറയുക ഷോ ചെയ്യും. അത് എപ്പോഴായിരിക്കും എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, പത്രം തുറന്നാലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്പോർട്സ് അല്ലെങ്കിൽ മറ്റ് കലകൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് എങ്ങനെ പിള്ളേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും? ഈ ഒരു കാര്യം വളരെ പ്രസക്തിയുള്ള സംഭവം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി സ്കൂൾ അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, ഒരു കളിസ്ഥലം കുട്ടികൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരു കുറ്റകൃത്യത്തിനുള്ള സാധ്യതയെങ്കിലും കുറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ എനർജി എക്സ്പ്ലോർ ചെയ്ത് കളയാനൊരിടം വേണം. അതെ, അവർക്ക് ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ തിരിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ലഹരി എന്ന് വെച്ചാൽ ഈ പറയണ പോലെ കളിയെ ഒരു ലഹരിയായിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിനെ അവരൊരു ലഹരിയായിട്ട് കണ്ടാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലഹരിയുണ്ട്. ഇപ്പോൾ ചിലർക്കൊരു പ്രൊഫഷനായിരിക്കും അവരുടെ ലഹരി, ചിലർക്കിപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ഫുട്ബോൾ ഒരു ലഹരിയാണ്, ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് ഒരു ലഹരിയാണ്. നമ്മളതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കും. ഇപ്പോൾ ഞാൻ പറയണ പോലെ ആർപ്പോൾ തുടങ്ങി ഇത്ര കാലത്തിനിടയ്ക്ക് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിൽ തന്നെയായിരുന്നു എൻ്റെ ഫോക്കസ്. അപ്പം ഞാൻ അതൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് പല ഡിപ്രഷൻ വരും. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കും, ഇതിന് ഞാൻ പിന്നെ എങ്ങനെ റിക്കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ആ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാം, നീ 2 അടിച്ചു നോക്ക് അല്ലെങ്കിൽ നീ എൻ്റെ കാര്യം ഇന്നതുപോലെ ചെയ്ത് നോക്ക് എന്ന് പറയുന്ന സാഹചര്യത്തിലായിരിക്കും കുട്ടികൾ വഴി തെറ്റിപ്പോകുന്നുണ്ടാവുക. അത്തരം സാഹചര്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ വരാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം അവരുടെ ഏജിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് അറിയാലോ പല രീതിയിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കളിസ്ഥലം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കുറ്റകൃത്യം കുറയുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ, ഓരോ പഞ്ചായത്തിലും ഒരു കളിസ്ഥലമെങ്കിലും കുട്ടികൾക്ക് പൈസ മുടക്കി പഠിക്കാത്ത രീതിയിലുണ്ടാവണം. അപ്പോൾ നമുക്കിപ്പോൾ പൈസ മുടക്കാതെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള രീതിയിലേക്ക് നമ്മളായിട്ടില്ല. പക്ഷെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളും ചെയ്യും കേട്ടോ. പക്ഷെ അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ
സ്കൂൾ ഗ്രൗണ്ടുകളാകാം, മേ ബി ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പോയി കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ അങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ സ്കൂളുകളിലൊക്കെ ശരിക്കും ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആർപ്പോ അക്കാദമിയിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ടോ? നമ്മൾ അവർക്ക് അങ്ങനത്തെ ഉള്ള അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. നമ്മൾ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവയർനെസ് ക്ലാസ്സുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിനുകൾ, അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഷ് മോബുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാരത്തോൺ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ജോയിൻ അപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തിനെതിരെ ഒരു ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കുട്ടികൾ, അതെല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് തന്നെയാണ് ചെയ്യുക. നമ്മൾ മേ ബി ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്കത് കൂടുതൽ, കുട്ടികൾക്കത് എന്താ പറയുക, ഉള്ളിലേക്ക് വരുള്ളൂ. പണ്ടത്തെ കാലത്ത് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ മാറുന്നത് കുറേ നാളുകൾക്കൊക്കെ ശേഷമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. പെട്ടെന്നാണ് ആ ഒരു കാര്യം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ടെക്നോളജി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ വിലയിരുത്തുന്നത്? ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത്. പാരൻസ് പലരും ഈ കാര്യം എന്ന് വെച്ചാൽ 100 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരു 5% കുട്ടികൾക്ക് സംതിങ് എന്താ നമുക്ക് ട്രബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം അതൊരു വിർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു അറ്റൻഷൻ കുറവ്, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് നമ്മളെ ഫേസിൽ നോക്കി സംസാരിക്കാതെ വരുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുമോ, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക. അവർക്കത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു, നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എപ്പോഴും കുട്ടികൾ ആക്റ്റീവായിരിക്കും എന്നുള്ള. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വെച്ചെടുത്തെന്ന് പറയണ പോലത്തെ നേച്ചറുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ട്. അത് ഇന്നത്തെ കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാതെ വരണ ഒരു കാര്യമുണ്ട്. അത് കുട്ടികൾ അതിന് അഡിക്റ്റായി പോണ അവസ്ഥ. അത് എനിക്ക് തോന്നുന്നു വിർച്വൽ ഓട്ടിസം അതിനൊരു ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് മെയിനായിട്ട് സ്ക്രീൻ സ്പേസ് കൂടുന്നു. അവർ അതിലേക്ക് കൂടുതൽ ഫോക്കസ് എന്ന് വെച്ചാൽ കളിക്കളങ്ങളിൽ നിന്ന് ചെറിയൊരു സ്ക്രീനിലേക്ക് കുട്ടികൾ ഒതുങ്ങിപ്പോയി. അതിലുള്ളതാണ് കാര്യങ്ങൾ എന്നുള്ളൊരിതായി. അപ്പം അത് ചില സാഹചര്യത്തിൽ പിള്ളേർ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളായപ്പോലും അവരത് തിങ്ക് ചെയ്ത് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചില സമയത്ത് അവർ, ചില കുട്ടികളല്ലാട്ടോ ഞാൻ പറയണേ, ഒരു വിഭാഗം കുട്ടികൾക്ക് ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റാത്ത ഒരു കഴിവ് നഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അത് ഏജ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിന് എടുക്കുമ്പോൾ അവർക്ക് ഒരു ടാലൻ്റ് അല്ലെങ്കിൽ ഒരു ഹോബീസ്, പ്രത്യേകിച്ച് പണ്ടൊക്കെ പിള്ളേർ കളർ ചെയ്യുക, പടം വരയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ച് പരിഗണിക്കാം. പിന്നെ അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ദേഷ്യം കൂടുന്നു. അവർ പാരൻസിനോട് നിന്നായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, ദേഷ്യപ്പെടുക. അതൊക്കെ കുറച്ച്, പിന്നെ മടിയല്ല അത് ശരിക്കും, അവർക്കതൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. അവർ ഈ ഒന്നിലേക്ക് മാത്രം ലോകം ചുരുങ്ങിപ്പോണൊരവസ്ഥ. അപ്പം അത് അവർ ഈ പറഞ്ഞ പോലെ ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോണത് പോലെ തന്നെയാണ് പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ അക്കാദമി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലും കൂടി നമ്മൾ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം കുട്ടികൾക്ക് കൂടിയുള്ളൊരു സപ്പോർട്ടാണ് നൽകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നിന്നും കൂടി കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് അവരെ കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ വന്ന് ഞാൻ ജോയിൻ ചെയ്യാണ് സ്പോർട്സിൽ. എനിക്കും എന്നെ പോലെ ഒരു കായിക താരമൊക്കെ ആവണമെന്ന് പറഞ്ഞ് ഞാൻ വരുന്നു. അപ്പം ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ഞാൻ ടീച്ചർക്കൊപ്പം ഒന്നിച്ച് പരിശീലിച്ച് കഴിയുമ്പോൾ എനിക്ക് വരുന്ന ആ ഒരു മാറ്റം അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ ടീച്ചറുടെ കുട്ടികൾ കണ്ടിരിക്കുന്ന ആ ഒരു മാറ്റം എന്താണ്? അതിൻ്റെ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ അവർ വളരെ ബോൾഡായിട്ട് വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് അവർ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള കാര്യം കേട്ടോ. അവർ ചിലപ്പോൾ വരുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര ഷൈ ആയിട്ട് പേര് ചോദിച്ചാൽ വരെ അമ്മയുടെ പുറകിലേക്ക് ഒളിച്ച് നിൽക്കണ പോലെ നാണം കുടുങ്ങി നിൽക്കുന്ന അങ്ങനത്തെ കുട്ടികൾ ഒക്കെ വിത്തിൻ 1 വീക്കിലൊക്കെ തന്നെ അവരെന്താ പറയുക, അവർക്കൊരു സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവർക്ക് മറ്റുള്ളവർ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്,
അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് നിന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു PT ടീച്ചർ എന്ന് പറയുന്നത് അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ്. കാരണം ഒരു ചൂരിലൊക്കെ പിടിച്ച് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ നടക്കുന്ന കാണാം. പക്ഷെ ഇന്നിപ്പോൾ കാലമൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു PT ടീച്ചർ ഒരു സ്കൂളിൽ നിൽക്കുമ്പോൾ ആ കുട്ടികളുടെ എങ്ങനെയാണ്, ആ കുട്ടികൾക്ക് ഏത് രീതിയിലാണ് ഒരു PT ടീച്ചർ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത്? ടീച്ചറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഏത് രീതിയിലാണ്, ഒരു ആവശ്യകത എന്താണ് ഒരു PT ടീച്ചർക്ക് ഒരു സ്കൂളിൽ? ഒരു PE ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ. എപ്പോഴും പ്രാക്ടിക്കൽ സൈഡായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടാവുക. അതിൽ ഉപരി നമ്മൾ കുട്ടികളുടെ ടാലൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടികൾക്കും ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് കിട്ടി, ഒരു 10 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ 10 കുട്ടികളെയും ഈ സ്കൂളിൽ ഇന്നതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ഫോഴ്സ് ചെയ്യാതെ ആ കുട്ടികൾ ഏത് ടൈപ്പ് ഓഫ് ഇതിലുള്ള കുട്ടികളാണ് നമുക്കുള്ളത് എന്ന് നോക്കിയിട്ട് അവരുടെ ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ബേസിക് മുതൽ ഉള്ള ഒരു എന്താ പറയുക, ജനറൽ സ്പോർട്സിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. നേരെ പോയി ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ എന്നുള്ളതല്ല, ഒരു ജനറൽ സ്പോർട്സ് അവർക്ക് കൊടുക്കണം. ഒരു ബേസിക് ഒരു ഫിറ്റ്നസ് എന്ന് വേണം നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. അതിലൂടെ വേണം കുട്ടികൾ ഏത് ലെവലിലേക്കാണ് പോകാൻ പറ്റുക, ആ കുട്ടിയുടെ ടാലൻ്റ് എന്താണ്, ആ കുട്ടീനെ നമുക്ക് ഏത് ലെവലിൽ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരു PT ടീച്ചർക്ക് മനസ്സിലാവും. അതനുസരിച്ച് കോച്ചിങ് കൊടുത്ത് അവരെ കൊണ്ടുവരിക എന്നുള്ളത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് പല സ്കൂളുകളിലും പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് PE ടീച്ചേഴ്സ് അവിടുത്തെ ഒരു ഭീകരനും, കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക, ഡിസിപ്ലിൻ പഠിപ്പിക്കുക. സ്കൂളിലെ ഡിസിപ്ലിൻ നോക്കേണ്ടതാണ് PE ടീച്ചറിൻ്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ട കോച്ചിങ് കൊടുക്കൽ എന്നുള്ളത്. ഇത് ഇപ്പോഴും ഉണ്ടത്. ഈ പറഞ്ഞ പോലെ ഈ ഡിസിപ്ലിൻ നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു PE ടീച്ചറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു സ്കൂളിൽ എത്ര സ്റ്റാഫ് ഉണ്ടോ, എത്ര അധ്യാപകരുണ്ടോ, അവരെല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഒരു കുട്ടി ഡിസിപ്ലിൻ ആക്കി കൊണ്ടുവരിക എന്നുള്ളത്. അത് ഒരു PE ടീച്ചർ നിന്നിട്ട് 1000-2000 കുട്ടികളെ നിന്ന് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതാണോ എളുപ്പം? അത് ഓരോ ക്ലാസ്സിൽ നിന്ന്, ഒരു ക്ലാസ് റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ? അവരെ ക്ലാസ് ടീച്ചറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ആ കുട്ടി സ്കൂളിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ ഒരു സ്കൂളിൻ്റെ വേണ്ടതായ കുട്ടികൾക്ക് എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓരോ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കിയും ചിലപ്പോൾ ചീത്ത പറയേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാവും. അതൊരിക്കലും ഒരു PE ടീച്ചറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, PE ടീച്ചറിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്, PE ടീച്ചറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇനി ആർപ്പോ അക്കാഡമിയുടെ മറ്റ് പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മറ്റു പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലെവലിലേക്ക് എല്ലായിടത്തേക്കും നമ്മളുടെ ഒരു അക്കാദമിനെ എത്തിക്കണം, നമ്മുടെ സർവീസ് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾക്ക് ഉള്ള എല്ലാവിധ ആക്ടിവിറ്റീസും ഏതൊക്കെ രീതിയിലുള്ള സർവീസുകളായിട്ട് നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര റിസൾട്ട് വിന്നിങ് എന്ന് പറയണത് വിൻ ചെയ്തൊരു ചാമ്പ്യൻ ആക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ ചാമ്പ്യൻ ആവുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ഞാൻ ഇന്നത് വിൻ ചെയ്യണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കുട്ടികൾ കാണിക്കുമ്പോൾ അതിന് നമ്മൾ ബാക്കിൽ നിന്ന് ഏത് ലെവൽ വരെയുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഗുരുവായൂർ മാത്രമല്ലേ നമുക്ക് സ്ഥാപനമുള്ളൂ? സെൻറ്ററായിട്ട് 2 എണ്ണമാണുള്ളത്. ഒന്ന് ഗുരുവായൂർ ആർപ്പോ സ്കൂൾ ഓഫ് സ്കിൽസ്, അതുപോലെ തന്നെ ന്യൂ വിസ്ഡം ആർപ്പോ എന്ന് പറഞ്ഞിട്ട് പാലുവായിലാണുള്ളത്. അതല്ലാതെ നമ്മൾ സ്കൂളുകളിലേക്ക് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. മീറ്റിങ്ങുകൾ ഉണ്ടാവും, കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ആ അക്കാഡമിയുടെ മുഴുവൻ നെടുംതൂണെന്ന് പറയുന്നത് വീണ ടീച്ചർ തന്നെയാണ്. ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലാണ്? ഒരുപാട് പറയാനുണ്ടായിരിക്കും അല്ലേ? ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ പറയണ നമ്മൾ എന്താ പറയുക, ഞാനൊരു ടീച്ചറായിരുന്നു. അതും കുറേ കാലമൊക്കെ പഠിച്ച് ഡിഗ്രി PG BPed MPed സ്പോർട്സ് മാനേജ്മെൻറ്റ് MBA ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് വന്ന് നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്ത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വരികയാണ് എനിക്കിങ്ങനെ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പേഴ്സണലി എൻ്റെ ഫാമിലി മൊത്തം ഒരു ടീച്ചറായിട്ട് തന്നെ ഒരു സ്കൂളിലൊരു ടീച്ചറായിട്ട് കാണാൻ
ആഗ്രഹിക്കുന്നവരായിരുന്നു. നമ്മളുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അത് നമ്മൾ ആദ്യം പറയുന്ന കാണുന്നവരെല്ലാവരും നമ്മളിതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. ബിസിനസ് അതിൻ്റെ വേറൊരു സൈഡാണ്. ഒരു അക്കാദമി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ റിലേറ്റ് ചെയ്ത ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കാണുന്നത് ഇതിനെ ബിസിനസ്സായിട്ടായിരിക്കും. കാരണം അവർക്ക് സ്പോർട്സ് ആയിട്ടോ ആർട്സ് ആയിട്ടോ വേറെ ബന്ധങ്ങൾ ഇല്ല. എൻ്റെ സിസ്റ്റർ ഓൾറെഡി അക്കാദമിയാണ് നടത്തുന്നത്. അപ്പോൾ അവൾ എനിക്കൊരു വലിയ മോട്ടിവേഷനാണ് കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ അവളിൽ നിന്നാണ് പഠിച്ചത് കേട്ടോ. കാരണം ഒരു ടീച്ചർ ഇങ്ങനെ ആവരുത്, എങ്ങനെ ആവണം എന്നുള്ള കുറേ നമ്മൾ പറയുമ്പോൾ അവൾ എന്നെയാണ് മാതൃകയാക്കേണ്ടത്. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ അവളെയാണ് മാതൃകയാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫാമിലിയിൽ കൂടുതൽ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ കട്ടയ്ക്കുന്നു. കാരണം ഫ്രണ്ട്സാണ് നമ്മൾ ഫുൾ ടൈം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ചീത്ത കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. മേ ബി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ചും കൂടി അറിയാം. പിന്നെ ഹസ്ബൻഡ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒറ്റയടിക്ക് എല്ലാത്തിനും എസ് പറയില്ലെങ്കിലും പക്ഷെ എല്ലാത്തിനും നമ്മുടെ പുറകെ നമ്മൾ ഫാമിലിയും കൂടിയാണ്. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐഡിയ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ത് കാര്യത്തിനും. പക്ഷെ അത് സക്സസ്സിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ പറയണ എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ 2017 മുതൽ ശരിക്കും ഒരു PT ടീച്ചർ ആയിരുന്നല്ലോ. അതെ. അപ്പോൾ സ്വന്തമായിട്ട് പിന്നീട് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, അത് കുട്ടികളെ വെച്ച് തന്നെ ഒരു വാശിയേറിയ ഒരു എന്താ പറയാ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഇപ്പൊ സാധിച്ചെടുത്തല്ലോ. അപ്പൊ അതിൽ എത്രത്തോളം സംതൃപ്തി ഇപ്പൊ നേടിയിട്ടുണ്ട്? സംതൃപ്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങാൻ പറ്റിയത് വലിയൊരു സംതൃപ്തിയാണ്. ഗുരുവായൂർ എന്ന് പറയണത് എന്ന് പറയുക ഒരു സാംസ്കാരിക നഗരം കൂടിയാണ്. കുട്ടികൾ ഒരുപാട് കലകൾ അവിടെ ഒരുപാട് അക്കാദമീസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ നമ്മളൊരു അക്കാദമി ഇട്ട് അവിടെ അതും ഞാൻ അത്ര ഈ പറഞ്ഞ പോലെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പറയണമെങ്കിൽ അത്ര ഭയങ്കര ഒരു സിറ്റിയുടെ നടുക്ക് കൊണ്ടിട്ടൊന്നല്ല നമ്മൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ അത്രയും ക്വാളിറ്റി കൊടുത്ത് കുട്ടികൾ ഇഷ്ടമുള്ള രീതിയിൽ ക്ലാസ് കൊടുത്തിട്ട് തന്നെയാണ് ഇത്രയും കുട്ടികൾ 1 year കൊണ്ട് നമുക്ക് അവിടെ വന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഗുരുവായൂരുള്ള നമ്മുടെ ആർപ്പോ അക്കാദമിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീണ ടീച്ചർ ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. ഇനിയും ആർപ്പോ അക്കാദമി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു.